ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ക്വാഹം തമോ മഹദഹംഖജരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘടസപ്തവിധസ്തികായ കേദൃഗ്വിധാ വിഗണിതാണ്ഡപരാണുചര്യാവാദാധ്വരോമവിവരസ്യ ച തേ മഹിത്വം. വീണ്ടും ബ്രഹ്മാവിൻ്റെ ആ ഒരു ക്ഷമാപണം അങ്ങനെ തുടരുകയാണ്. പറയുകയാണ്, ക്വാഹം എന്ന് പറഞ്ഞാൽ ക്വാ അഹം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്വാഹം. ക്വാ എന്ന് പറഞ്ഞാൽ എവിടെ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണ്. തമോ മഹദഹം ഖജരാഗ്നിവാർഭൂ സംവേഷ്ടിത അണ്ഡഘടസപ്തവിധസ്തികായ. കുറച്ച് വലിയൊരു വാക്കാണ്. തമോ മഹദഹം ഖജരാഗ്നിവാർഭൂ. തമ എന്ന് പറയുന്നത് മഹത്തത്വം, പ്രകൃതി. തമഹ എന്നുകൊണ്ട് പ്രകൃതി, അതായത് ആ ഒരു നമ്മുടെ സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഒരു സൃഷ്ടിയുടെ എങ്ങനെയാണ് ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്കാണ് ഇവിടെ അത് പറയുന്നത്. ബ്രഹ്മാവും മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ ഈ സൃഷ്ടിയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരം, ഒരു അഭിമാനം, ഒരു മതം, എന്നെ ഞാൻ സ്വയം ഒരു ഈശ്വരനാണെന്നുള്ള അബദ്ധധാരണ എന്നിൽ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. തമോ മഹദഹം ഖജരാഗ്നി. മഹദഹം എന്ന് പറഞ്ഞാൽ മഹത്തത്വം. അപ്പം പ്രകൃതി, മഹത്തത്വം. പിന്നെ ഖജരാഗ്നി വാർഭൂ. ഖജര അഗ്നി വാർഭൂ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി. ഇവയെല്ലാം കൂടി ചേർന്ന സംവേഷ്ടിത അണ്ഡഘട, ഇവയാലൊക്കെ ചുറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള, സംവേഷ്ടിത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള അണ്ഡഘട, അണ്ഡമാകുന്ന ഘടത്തിൽ, ഘടം എന്നാൽ കുടം എന്നുള്ള അർത്ഥത്തിൽ, ഘടത്തിൽ സപ്തവിധസ്തികായ. സപ്തവിധസ്തി എന്ന് പറഞ്ഞാൽ 84 വിരൽ. അതൊരു ഒരു അളവുകോല് എന്ന് പറയില്ല നമ്മൾ, അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രമാണമുള്ള ആ ഒരു ദേഹത്തോടു കൂടിയ, അപ്പോൾ ഞാൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പരമാണു ഘടകങ്ങളോട് കൂടിയിട്ടാണ്. ഈ ഒരു ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങളോട് കൂടിയ ഞാന്. പ്രകൃതി, മഹത്തത്വം, അതുപോലെ അഹങ്കാരതത്വം, ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം എന്നിവയാലൊക്കെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു അണ്ഡമാകുന്ന ഘടത്തിൽ 84 വിരൽ അല്ലെങ്കിൽ 7 വിധസ്തി പ്രമാണമുള്ള ദേഹത്തോടു കൂടിയതായിട്ടുള്ള ഞാൻ എവിടെ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ നിസ്സാരതയാണ്. തൻ്റെ തന്നെ ആ ഒരു അല്പത്വം, ഭഗവാന്റെ മുൻപിൽ ഞാൻ എത്രയോ ചെറുതാണ് എന്ന് സ്വയം ഇപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് തിരിച്ചറിയുകയാണ്. കേവലം ഈ സൂക്ഷ്മമായ തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരം അല്ലെങ്കിൽ ഞാനെന്ന ഈ ഭാവം, ഞാൻ എവിടെ നിൽക്കുന്നു? അത് പറയാൻ കാരണം എന്താ? ബാക്കി പറയുകയാണ്, കേദൃഗ്വിധാ വിഗണിതാണ്ഡ പരാണുചര്യാവാദാധ്വരോമ വിവരസ്യ ച തേ മഹിത്വം. തേ മഹിത്വം, അങ്ങയുടെ മഹത്വം എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാണ് വർണ്ണിക്കാനാവുക? ഈ പറയുന്ന വളരെ സൂക്ഷ്മമായ തലത്തിലുള്ള തത്വങ്ങളോട് കൂടി ചേർക്കപ്പെട്ട കേവലം ഒരു അണ്ഡമാകുന്ന ഒരു കുടത്തിൽ കേവലം 84 വിരൽ മാത്രം പ്രമാണമുള്ള ദേഹത്തോടു കൂടിയ ഞാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഭഗവാനോട് ചോദിക്കുക, ഭഗവാനെ അവിടുത്തെ മഹത്വം എവിടെ നിൽക്കുന്നു? ഞാൻ എവിടെ നിൽക്കുന്നു? കാരണം അങ്ങയുടെ മഹത്വം
കേദൃഗ്വിധാ വിഗണിതാണ്ഡ പരാണുചര്യാവാദാധ്വരോമ വിവരസ്യ. കേദൃഗ്വിധ, ഇവിടെ ക്വേദൃഗ്വിധ എന്ന് പറഞ്ഞാൽ ക്വ എന്ന് പറഞ്ഞാൽ എവിടെ. വീണ്ടും ചോദിക്കുക, ഭഗവാനെ അവിടുത്തെ മഹത്വം എവിടെ നിൽക്കുന്നു? കാരണം എന്താ? ക്വേദൃഗ്വിധ എന്ന് പറഞ്ഞാൽ ക്വ ഈദൃഗ്വിധ ആണ്. ക്വേദൃഗ്വിധ, ഈദൃഗ് ഇപ്രകാരമുള്ള, വിധ എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ളതായിട്ടുള്ള, വിധ വിഗണിതാണ്ട് അനേക അണ്ടങ്ങളാകുന്ന, പരാണുചര്യ പരമാണുക്കൾക്ക് സഞ്ചരിക്കുവാനുള്ളതായിട്ടുള്ള, വാതാധ്വ രോമ വിവരസ്യ. വാതാധ്വ രോമ, വാദം എന്നാൽ കാറ്റ്, അതായത് ആ പരമാണുക്കൾക്ക് സഞ്ചരിക്കുവാനുള്ള, സാധാരണ നമ്മൾ പറയും വായു സഞ്ചാരത്തിനായിട്ട് ജനല വാതിലുകൾ എന്നൊക്കെ പറയില്ലേ, ഇവിടെ അതേപോലെ പറയും ഈ പരമാണുക്കൾക്ക്, ഇത്രയും അനേക കോടാനുകോടി പരമാണുക്കൾക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള ജനലും വാതിലുകളും പോലെയുള്ള അതിനുള്ള ഒരു മാർഗമെന്നോണം എത്രയോ രോമദ്വാരങ്ങളോടുകൂടിയ ഭഗവാനെ, അങ്ങയുടെ ആ മഹത്വം എവിടെ? കേവലം ഒരു പരമാണു, അതായത് അങ്ങയുടെ അനേക കോടി സൃഷ്ടികളിലെ വെറും ഒരു പരമാണു മാത്രമാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊരു അവിവേകത്താൽ അങ്ങയെ പരീക്ഷിക്കുവാൻ, അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെ ഇറങ്ങിത്തിരിച്ചുവല്ലോ. കോടാനുകോടി പരമാണുക്കൾക്ക് ഭഗവാനെ യഥേഷ്ടം സഞ്ചരിക്കുന്നതിനുള്ള രോമദ്വാരങ്ങളോട് കൂടിയിരിക്കുന്ന അങ്ങയുടെ, അതായത് അങ്ങയുടെ ഒരു രോമദ്വാരത്തിന് ഉള്ളിലൂടെ കോടാനുകോടി പരമാണുക്കൾ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ വെറും ഒരു പരമാണു മാത്രമായിട്ടുള്ള ഞാൻ, അപ്പോൾ അങ്ങയുടെ ഒരു രോമകൂപത്തിൻ്റെ പോലും മഹത്വം എനിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ മഹത്വം എവിടെ? കേവലം ഒരു അണ്ടത്തിൽ നിന്നുണ്ടായ ഒരു അണ്ടം മാത്രമായിട്ടുള്ള ഞാനെന്ന ഈ പരമാണുവിൻ്റെ മഹത്വം എവിടെ നിൽക്കുന്നു? ഇവിടെ അത് പറയുമ്പോൾ ബ്രഹ്മാവ് ഒരു പക്ഷേ പരോക്ഷമായിട്ട് ഭഗവാനോട് പറയുകയായിരിക്കും, അല്ലയോ നിന്തിരുവടി, അവിടുത്തോട് ക്ഷമായാചനം നടത്തുവാനുള്ള യോഗ്യത പോലും ഈ ഉള്ളവനില്ല. അത് അങ്ങ് കണ്ട് മറ്റാരും ആശ്രയമില്ലാത്ത എനിക്ക് നാഥനായി വന്ന അങ്ങ് സർവവും ക്ഷമിക്കണമേ എന്ന് ഒരപേക്ഷയായിരിക്കും. തൻ്റെ നിസ്സാരത തിരിച്ചറിഞ്ഞതിലൂടെ, ഭഗവാനോട് അതൊക്കെ ഏറ്റു പറഞ്ഞതിലൂടെ ബ്രഹ്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളിലും നമ്മൾ ഒരു ബ്രഹ്മാണ്ടത്തെ മാത്രമാണ് പറഞ്ഞതെങ്കിൽ അത് മാത്രമാണ് ഇത് മാത്രമാണ് ഭഗവാനെ അവിടുത്തെ സൃഷ്ടിയിൽ ഒന്ന് മാത്രമാണ് ഞാനെന്നിരിക്കെ, ഇതുപോലത്തെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാനെ അവിടുത്തെ ഓരോ രോമകൂപങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ രോമകൂപങ്ങളിൽ നിന്ന ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉത്ഭവിക്കുകയും വീണ്ടും അതിൽ തന്നെ വന്ന് ലയിക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ ഘടം എന്നതുകൊണ്ട് ആ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത്, ഈ കുടം എപ്രകാരം മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നുവോ അത് ഉടഞ്ഞു പോകുമ്പോൾ വീണ്ടും അത് മണ്ണായി മണ്ണിനോട് ചേരുന്നത് പോലെ ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പിറവിയെടുക്കുകയും അതേപോലെ സമയമാകുമ്പോൾ അത് ഇതേ രോമകൂപങ്ങളിലൂടെ തന്നെ അതേ പരമാത്മാവിലേക്ക് ഓരോ പരമാണുവും ലയിച്ചു ചേരുന്നു. അപ്പോൾ അതിലൊന്ന് മാത്രമായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ മഹത്വത്തെ എനിക്ക് അറിയുവാൻ കഴിയുന്നത്? അവിടുത്തോടൊന്ന് മാപ്പപേക്ഷിക്കുവാൻ പോലും യുള്ളവന് കഴിയില്ലല്ലോ, യോഗ്യതയില്ലല്ലോ എന്ന് ബ്രഹ്മാവ് അവിടെ തിരിച്ചറിയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വാഹം തമോ മഹദഹം ഖജരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘടസപ്തവിധസ്തികായ ക്വേ ദൃഗ്വിധാ വിഗണിതാണ്ഡപരാണുചര്യാവാദാധ്വരോമ വിവരസ്യ ച തേ മഹിത്വം. ഈ ശ്ലോകം വായിക്കുമ്പോൾ
കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ കാരണം സമസ്ത പദങ്ങൾ ധാരാളമുള്ളതാണ് ഈ ഒരു ശ്ലോകം. നമുക്ക് ആദ്യത്തെ വരിയിൽ തന്നെ ക്വാഹം കഴിഞ്ഞാൽ പിന്നെയുള്ളത് മുഴുവൻ രണ്ടാമത്തെ പദത്തിൻ്റെ ഒടുവിൽ വരേക്കും സമസ്ത പദമാണ്. അവിടെ തമോ മഹദഹം ഖജരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘട സപ്തവിധസ്തികായ. അവിടെ വിസർഗവുമുണ്ട്, അതത്രയും ചേർത്തും വായിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് കുവേദൃഗ്വിധാവിഗണിതാണ്ഡ പരാണുചര്യാവാദാധ്വരോമ വിവരസ്യ. അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അല്പം ബുദ്ധിമുട്ടാവുമെന്നറിയാം. നമ്മളതിനാണ് ചെറിയ ചെറിയ പദങ്ങളായിട്ട് അർത്ഥം പറഞ്ഞു പോകുന്നത്. പിന്നെ അത് പതുക്കെ ചേർത്ത് വായിച്ച് ശീലിക്കുക. ക്വ ഈദൃഗ്വിധ എന്ന് പറയുമ്പോൾ ക്വേദൃഗ്വിധ, അങ്ങനെ ചേർത്ത് വായിച്ച് ശീലിക്കുക. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോ കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേ കിയദപ്യനന്തഃ. ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോ. ഇവിടെ ഭഗവാന്റെ മഹത്തായ സൃഷ്ടിക്ക് മുൻപിൽ താൻ ഒന്നുമല്ല എന്ന് മുൻപുള്ള ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. താൻ എന്തുകൊണ്ട് ഭഗവാനോട് ക്ഷമാപണം നടത്തുന്നതിന് യോഗ്യനാകുന്നു, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ തന്നോട് ക്ഷമിക്കണം, എന്തുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോ. ഉക്ഷേപണം എന്ന് പറഞ്ഞാൽ ഉത്പതനം, അതായത് പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനനം കൊണ്ടത് എന്നുള്ള അർത്ഥത്തിൽ. ഗർഭഗതസ്യ, ഗർഭത്തിലിരിക്കുന്നവൻ്റെ പാദയോ, കാലുകളുടെ പാദങ്ങളുടെ, കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ. കിം കൽപ്പതേ, അതായത് എപ്രകാരമാണോ അത് കൽപ്പിക്കുന്നത്. അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് കാലുകൾ നീട്ടി അമ്മയുടെ ഉദരത്തിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ സത്യത്തിൽ ആ കുഞ്ഞ് ചവിട്ടുകയല്ല, അതിനുള്ളിൽ അതിൻ്റെ ആ ഒരു ചലനം അമ്മയ്ക്ക് പുറമെ അനുഭവപ്പെടുന്നത് തൻ്റെ ഉദരത്തിൽ കിടന്ന് ചവിട്ടിക്കളിക്കുന്ന കുഞ്ഞു പാദങ്ങളുടെ മധുരമായ അനുഭവമായിട്ട്, ആനന്ദ നിർവൃതിയായിട്ടാണ് അത്. അപ്പോൾ ഇവിടെ പറയാം, അങ്ങനെ അതിനെ എപ്രകാരമാണോ കൽപ്പിക്കുന്നത്. മാതുരഥോക്ഷജാഗസേ. മാതുഹു എന്ന് പറഞ്ഞാൽ അമ്മയുടെ, അഥോക്ഷജ എന്ന് പറഞ്ഞാൽ അധികരിക്കപ്പെട്ട അക്ഷങ്ങളിൽ നിന്ന് ജനിക്കുന്ന ഒരു അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയത് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അമ്മയുടെ ഉള്ളിൽ ആ കുഞ്ഞ് കൈകാലുകളിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരമായ സ്പന്ദനം, ഒരു സ്പർശനം, അമ്മയ്ക്കതൊരിക്കലും തന്നെ അടിക്കുന്നു അല്ലെങ്കിൽ ഇടിക്കുന്നു എന്ന ഭാവത്തിലല്ല അമ്മ അതിനെ കൽപ്പിക്കുന്നത്. മറിച്ചോ തൻ്റെ ഉള്ളിലെ ജീവൻ്റെ ഓരോ ചലനവും അമ്മ ആസ്വദിക്കുന്നത് പോലെ, അതിലൊരു തെറ്റുകുറ്റങ്ങൾ കാണാത്തതുപോലെ ഇവിടെ ഭഗവാനോട് പറയുകയാണ്, കിം അസ്തി നാസ്തി വ്യപദേശഭൂഷിതം. കിം അസ്തി നാസ്തി. കിം എന്ന് പറഞ്ഞാൽ കിം എന്ന് പറഞ്ഞാൽ എന്താണ്. കിം അസ്തി നാസ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്തി നാസ്തി. അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട്, നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല. കിം അസ്തി നാസ്തി വ്യപദേശഭൂഷിതം. അപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള ശബ്ദങ്ങളാൽ പറയപ്പെടുന്നത് എന്താണോ, യാതൊന്നാണോ, തവാസ്തി കുക്ഷേക്കിയതപ്യനന്തഃ. തവാസ്തി, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തന്നെ, അസ്തി ഉണ്ട്. കുക്ഷേ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങയുടെ
കുക്ഷിയുടെ അങ്ങയുടെ ഉദരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നതെല്ലാം തന്നെയും സ്ഥിതി ചെയ്യുന്നത് ഭഗവാനെ. എല്ലാം അവിടുത്തെ കുക്ഷിപ്രദേശത്തിലാണ്, അങ്ങയുടെ ഉദരത്തിനുള്ളിലാണ്. കിയതപ്യനന്തഃ, കിയത അപി അനന്തഃ. അനന്തഃ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പുറമെ, അതിനു പുറത്ത്. കിയത്ത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം, കിയത അപി അസ്തി എന്ന് പറഞ്ഞാൽ അതിന് പുറത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാം ഭഗവാന്റെ ഉദരത്തിലാണ് നിലനിൽക്കുന്നത്. അവിടെ നിന്നും അത് ജനിക്കുന്നു, അവിടെ തന്നെ അത് അസ്തമിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ഉദരത്തിനുള്ളിൽ ഓരോ പ്രളയത്തിൻ്റെ അവസാനം സർവവും വന്ന് ഭഗവാനിൽ ലയിക്കുന്നു. ഭഗവാന്റെ ഉദരത്തിൽ അതൊക്കെ അങ്ങനെ സുരക്ഷിതമായിരിക്കുന്നു. കാലം എത്തുമ്പോൾ ഭഗവാൻ എപ്പോൾ വീണ്ടും സൃഷ്ടി ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ഇവയൊക്കെ ഉദരത്തിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും തന്നെ ഭഗവാൻ അവിടുത്തെ കുക്ഷിയിലാണ് ഇരിക്കുന്നത്, അവിടുത്തെ ഉദരത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഗർഭസ്ഥനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഉദരത്തിൽ കിടന്ന് ഈ ഉള്ളവൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ഭഗവാനെ ഒരമ്മ തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ഉണ്ണിയുടെ കൈകാലുകളാൽ ഏൽക്കുന്ന ആ മൃദുവായിട്ടുള്ള ആ ഓരോ പ്രഹരവും അമ്മ ഒരിക്കലും അത് തൻ്റെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞു ജീവന് തന്നോടെന്തോ അരുതാത്തത് ചെയ്യുകയാണെന്നുള്ള ഭാവത്തിലല്ലല്ലോ അത് എടുക്കുന്നത്. അത് എപ്രകാരമാണോ ഒരമ്മ തൻ്റെ ഉദരത്തിലെ ജീവനോട് കാരുണ്യഭാവത്തോടു കൂടി അതിനെ സ്വീകരിക്കുന്നത് ഭഗവാനെ. അവിടുത്തെ ഉദരത്തിലാണ് ഞാൻ ഇന്നുമുള്ളത്, ആ കുക്ഷിയിലാണ് സർവ അണ്ടകടാഹങ്ങളും സ്ഥിതി ചെയ്യുന്നതെന്നിരിക്കെ ഈ ഉള്ളവനോട് കരുണ ചൊരിയണമേ. ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി, അതായത് ഇവിടെ നമ്മൾ ഭഗവാനെ കീർത്തിക്കുമ്പോൾ പറയില്ലേ, ത്വമേവ മാതാച പിതാ ത്വമേവ, അങ്ങ് തന്നെയാണ് അമ്മയും അച്ഛനുമായിട്ടുള്ളത്. അങ്ങയിൽ തന്നെയാണ്, അങ്ങയുടെ ഗർഭത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ജീവൻ കൊള്ളുന്നതും അതേപോലെ തിരികെ ലയിച്ചു ചേരുന്നതും അങ്ങയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ മാതൃസ്ഥാനത്തും പിതൃസ്ഥാനത്തും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരമ്മയെപ്പോലെ ഒരു മാതൃവാത്സല്യത്തോടു കൂടി ഈ ഉള്ളവന് ക്ഷമയരുളയണമേ എന്ന് ഇവിടെ പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോ കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേ കിയദപ്യനന്തഃ. ശ്ലോകം തൊട്ടു മുൻപുള്ള ശ്ലോകത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. ഇവിടെ ആദ്യത്തെ പാദത്തിൻ്റെ അവസാനവും ഏറ്റവും അവസാനത്തെ പാദത്തിൻ്റെ അവസാനവും നാലാമത്തെ പാദത്തിൻ്റെ അവസാനവും പാദയോ കിയദപ്യനന്ത രണ്ടിടത്തും വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുക. ഇനി അടുത്തത് രണ്ടാമത്തെ പാദത്തിൽ വരുമ്പോൾ മാതുരഥോക്ഷജാഗസേ, മാതുഹു അഥോക്ഷജാഗസേ, ഇങ്ങനെയാണ് വാക്കുകൾ. രായുടെ ആകാരം ശ്രദ്ധിക്കുക, അവിടെ പദം പിരിക്കണ്ട, ആകാരം ശ്രദ്ധിച്ച് വായിച്ചാൽ മതിയാകും. പിന്നെ അതുപോലെ അടുത്ത പാദത്തിലെ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം, കിം അസ്തി നാസ്തിയാണ്, പദം പിരിക്കണ്ട. കിം അസ്തി മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ അസ്തി നാസ്തി വാക്കുകൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ കിയദപ്യനന്ത, കിയത അപി അനന്ത ആണ്, പദം പിരിക്കണ്ട. ദായുടെ ആകാരം ശ്രദ്ധിക്കുക, പ്യ എന്ന അക്ഷരത്തിൻ്റെയും ആകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.